എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഗുരു മരണശയ്യയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ചുറ്റും കൂടി നിൽപ്പുണ്ട്. അവരിൽ ഒരാൾ പറഞ്ഞു, ഗുരു, അങ്ങ് ഈ ശരീരം വെടിയുന്നതിനു മുൻപ് അവസാനമായി ഉപദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഗുരു എല്ലാവരോടുമായി ചോദിച്ചു, എന്റെ വായിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വൃദ്ധനായ അദ്ദേഹത്തിന്റെ വായിൽ ഒരൊറ്റ പല്ലുപോലും ഇല്ലായിരുന്നു. ചുറ്റും കൂടിയിരുന്നവരുടെ മറുപടി സ്വാഭാവികമായും ഇങ്ങനെയായിരുന്നു, നാവ് മാത്രം. ഗുരു വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങളുടെ വായിലോ? നാവും പല്ലുകളുമുണ്ട്, അവർ പറഞ്ഞു. ഗുരു തന്റെ അന്തിമോപദേശമായി വീണ്ടും പറയാൻ ആരംഭിച്ചു. മനുഷ്യൻ ജനിക്കുമ്പോൾ അവന് നാവ് മാത്രമേയുള്ളൂ. പല്ല് പിന്നീട് വരുന്നതാണ്. അവ നാവിനേക്കാൾ എത്രയോ കടുപ്പവും കരുത്തുമുള്ളവയാണ്. പക്ഷേ മനുഷ്യന് പ്രായമാകുന്നതിനനുസരിച്ച് കടുപ്പവും കരുത്തുമുള്ള പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു. മാർദ്ദവവും വഴക്കവുമുള്ള നാവ് മരണം വരെ ഒരു മാറ്റവുമില്ലാതെ അവശേഷിക്കുന്നു. ഗുരു അല്പനേരത്തെ മൗനത്തിനു ശേഷം തുടർന്നു, ഇതാണ് എന്റെ അവസാനത്തെ ഉപദേശം. മൃദുവായത് വഴക്കമുള്ളത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ദയയും ക്ഷമയും ശീലിക്കുക, മൃദുവായി സംസാരിക്കുക. ഇത്രയും പറഞ്ഞ് അദ്ദേഹം സാവധാനം കണ്ണുകൾ അടച്ചു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അപൂർവമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സംസാരിക്കാനുള്ള കഴിവ്. വാക്കിന് സകലരെയും ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു നീർച്ചാലിനെ അതിന്റെ തുടക്കത്തിൽ ഒരു കല്ലുകൊണ്ട് തടഞ്ഞു നിർത്താനോ അതിന്റെ ഗതി തിരിച്ചുവിടാനോ പ്രയാസമില്ല. എന്നാൽ ആ നീർച്ചാൽ വളർന്ന് ഒരു വലിയ നദിയായാൽ അതിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അതുപോലെ നമ്മുടെ ചിന്ത വാക്കും, വാക്ക് പ്രവൃത്തിയുമായി കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുക പ്രയാസമാണ്. അതിനാൽ നമ്മൾ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്. ചിന്തിക്കാതെ സംസാരിക്കുക എന്ന ഒരൊറ്റ ദുർഗുണത്തിന് 100 നല്ല ഗുണങ്ങളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും. അതിനാൽ നമ്മുടെ ഓരോ വാക്കും വിവേകപൂർവമായിരിക്കട്ടെ.